ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മീറ്റിംഗ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആ ഒരു ബിസിനസ്, അതായത് അവർണികയുടേത് ആ കമ്പനി ഏറ്റെടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫേട്ടൻ പറഞ്ഞു, വൈസ് ചെയർപേഴ്സണും കൂടി ചെയർമാനും കൂടെ വന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായം കൂടെ കേട്ടിട്ട് മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു, ഇത് നമുക്ക് ഏറ്റെടുക്കാം, ഇനിയിപ്പം മുന്നോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോഴേക്കും അങ്ങനെയൊക്കെ വേണ്ടാന്നും പറഞ്ഞിട്ട് വരുൺ അതിന് ഇടയ്ക്ക് കയറി ഓരോന്ന് മുടക്ക പറഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ കമ്പനിയിലെ സോഫ്റ്റ്വെയറിൻ്റെ ഡിലേയെക്കുറിച്ചും അതുവഴി ഇവർക്ക് നടത്തേണ്ട ആ ഒരു കാര്യങ്ങൾക്ക് വരുന്ന താമസങ്ങളെ പറ്റിയും ഒക്കെ നമ്മുടെ ഗീതു പറഞ്ഞു. നമ്മുടെ സ്റ്റാഫും കസ്റ്റമേഴ്സും ഇതിനെപ്പറ്റി പരാതിയും പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജോസഫേട്ടനും പറഞ്ഞു, ഗീതു മേഡം പറഞ്ഞത് ശരിയാണെന്ന്. അപ്പോൾ അവരെ ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ഗോവിന്ദ് അന്നേരം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. രഘുറാമിൻ്റെ സ്ഥാപനം നമ്മൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും നിലവിലുള്ള സ്ഥാപനത്തെ നമ്മൾ മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുൺ ഒന്ന് ഞെട്ടി, കാരണം അതിൽ നിന്ന് അടിച്ചുമാറ്റൽ കുറേ നടത്തുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകെ പേടിച്ചിരിക്കുക. അതുപോലെ തന്നെ വിനോദും ഒക്കെ നമ്മൾ രഘുറാമിൻ്റെ കമ്പനിയുമായി ടൈപ്പ് ആകാൻ ഇരിക്കുമ്പോഴാണ് അവരത് വിൽക്കാനായിട്ട് തയ്യാറായി വന്നത്. നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏറ്റെടുത്താൽ മാനേജ്മെൻറ്റ് മാത്രം മാറിയാൽ മതിയെന്നും ബാക്കിയെല്ലാം കൃത്യമായി നടന്നോളൂ എന്നും പറഞ്ഞു. പക്ഷെ പുതിയത് ആരംഭിക്കുകയാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്നും നമ്മുടെ ഗീതു കാര്യങ്ങളെല്ലാം പറയണം. ഇതൊക്കെ കേട്ട് ഗോവിന്ദ് ഇങ്ങനെ അന്താളിച്ചിരിക്കുക, ഗീതു ഇതൊക്കെ അറിഞ്ഞേ പറയുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഗീതുമാൻ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്വന്തമായൊരു സോഫ്റ്റ്വെയർ കമ്പനി AGM ഗ്രൂപ്പിനുള്ളത് നല്ലതാണെന്ന് അജാസും അങ്ങ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുവർണ ഇങ്ങനെ നോക്കുവാണേ. അജാസ് അല്ലേ പറഞ്ഞത് പുതിയ ബിസിനസ്സിനേക്കാൾ നല്ലത് പഴയത് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെയാണെന്ന്. വരുൺ എന്താ ചോദിച്ചപ്പം സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളിലും നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭത്തെക്കുറിച്ച് ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ലെന്ന് അജാസ് അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പം AGMൻ്റെ വളർച്ച ആഗ്രഹിക്കുന്നവർ ഗോവിന്ദേട്ടൻ്റെ താല്പര്യം അംഗീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. അപ്പോൾ രഘുറാം IT സൊല്യൂഷൻ ഏറ്റെടുക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായമെന്ന് നമ്മുടെ ജോസഫേട്ടനും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമോ വിനോദും സുവർണയും അതുപോലെ തന്നെ വരുണും. ഗോവിന്ദ് സാറിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാനും എന്ന് അജാസു അന്നേരം കൈ കഴുകി നിന്നങ്ങ് പറഞ്ഞു. കമ്പനി മാനേജ്മെൻറ്റ് ED അന്വേഷണവും പോലീസ് കേസും എല്ലാം ഒരുപോലെ നേരിടുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരെ തന്നെ ചൂസ് ചെയ്യണോ എന്ന് സുവർണ അന്നേരം കയറി ചോദിച്ചു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കേസൊക്കെ അവരുടെ കാര്യമാണ്, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മൾ ആ കമ്പനി ഏറ്റെടുക്കണമോ വേണ്ടയോ അത് പറയാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഇഷ്ടമെന്ന് സുവർണ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ഗീതു പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ഇത് മൊത്തത്തിലൊന്ന് റിവൈൻഡ് ചെയ്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ സമയത്ത് വേറെ സാഹചര്യങ്ങളും വേറെ ടൈപ്പുകളെക്കുറിച്ചൊക്കെ അവിടെ നിന്ന് നമ്മുടെ വിനോദ് പറയുവാണ്. അപ്പോൾ എക്സ്പേർട്സ് തന്ന ആ ഒരു റിപ്പോർട്ട് വെച്ച് നിലവിൽ ബെറ്ററായിട്ട് നിൽക്കുന്നത് ഈ രഘുറാം സാറിൻ്റെ കമ്പനി തന്നെയാണെന്ന് നമ്മുടെ വിനോദും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുതികാല് വെട്ടിയല്ലോ എന്നോർത്തിട്ട് വരുൺ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. മൊത്തത്തിലെല്ലാം ഇപ്പോൾ ഗീതുവിന് അനുകൂലമായിട്ട് വന്നു. അപ്പോൾ ഈ ഡീല് നമ്മൾ ഉറപ്പിക്കുകയാണല്ലേ എന്ന് ഗോവിന്ദ് അന്നേരം ചോദിച്ചു. എന്താ എല്ലാവർക്കും ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പം ഡബിൾ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കൈ അടിച്ച് പാസ്സാക്കി. വരുണ് ഒന്നും അല്ലാതായിപ്പോയി. വരുൺ ഇങ്ങനെ അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതുവിൻ്റെ ക്യാബിനിലേക്ക് എത്തി. അവിടെ ചെന്ന് അവർണികയെ വിളിച്ചു. അവർണികയോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഘുറാമിന് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഗീതുവിനോട് ഒരുപാട് നന്ദിയും താങ്ക്സൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് എന്നോട് നിങ്ങൾ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്നും അത് നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു എന്ന് ഗീതു പറയുവാണ്. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുക. ഇതിനകത്ത് എന്താ ഗീതുവിന് ഇത്ര താല്പര്യം, ഇതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ശരി, ഡാഡിയും കൂട്ടി വന്ന് ഇനി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഗോവിന്ദ് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയല്ല. ഗീതു അകത്തിരുന്ന് സംസാരിക്കുന്നതല്ല, ഗോവിന്ദ് മറിഞ്ഞു നിന്ന് കേൾക്കുന്നത് പുറത്ത് നിന്നതേ നമ്മുടെ അജാസ് കാണുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗീതു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു വീണ്ടും ഫോൺ എടുത്ത് മേഡത്തിനെ വിളിക്കുക. ഹോട്ടലിൽ തന്നെയില്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഗീതുവിനെന്താ ഇവരുമായിട്ട് ഇത്രയ്ക്കൊരു കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്? ഈ ബിസിനസ്സിൽ ഞാൻ അറിയാത്ത എന്തോ ഒരു ധാരണയുണ്ടല്ലോ, ഗീതുവും അവരും തമ്മിൽ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് നിന്ന് ചിന്തിക്കുന്നു. അപ്പോഴേക്കും അജാസ് അങ്ങോട്ടേക്ക് വന്നു. സർ എന്ന് പറഞ്ഞ് വിളിച്ച് മിസ്റ്റർ രഘുറാമിനെ വിളിച്ച് അവരുമായുള്ള ഡീൽ ഉറപ്പിച്ചു എന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കണ്ടേന്ന് ചോദിച്ചപ്പം അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി അവരുമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു.
അതിൻ്റെ മീഡിയേറ്റർ മഹേഷാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം ഞാൻ ആദ്യം മഹേഷിനെ ഒന്ന് വിളിക്കട്ടെ, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അവിടെ നിന്ന് പോയി. അപ്പോൾ അജാസ് എന്തൊക്കെയോ ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുമോ, എന്തായിരിക്കും ഗീതുവിൻ്റെ അവിടെ വന്ന് സാർ ഒളിഞ്ഞു നിൽക്കാനും അല്ലെങ്കിൽ കേൾക്കാനും സാഹചര്യം ഉണ്ടായത്, കാരണം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു ഇങ്ങനെ വേഗം ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ ഇവർ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു രഘുറാമും മകളും. അപ്പോഴാണ് ഗീതുവിനെ ഇവർ കാണുന്നത്. കണ്ടപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇങ്ങോട്ടേക്ക് എത്തിയോ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഗീതുവിന് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് രഘുറാമ് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ രഘുറാമിനെ വേഗം തന്നെ ഗീതവും കണ്ടു. ഞാൻ വിജയലക്ഷ്മി മേഡത്തിനെ കാണാൻ വന്നതാണെന്ന് ഒരു കാരണവശാലും രഘുറാം സാർ അറിയരുതെന്ന് പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ ഗീതു അവരുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ സാർ ഇങ്ങ് വന്നു. അപ്പം ഞാൻ വേറൊരു അത്യാവശ്യത്തിനായി വന്നതാണെന്ന് പറഞ്ഞപ്പം ദേ അവരുടെയൊക്കെ റൂമിലുണ്ട്, ഞാൻ റെഡി ആവുമായിരുന്നു ഓഫീസിലേക്ക് വരാനെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ, എന്തായാലും ഗീതാഞ്ജലി ചെയ്തു തന്ന ഈ ഒരു ഹെൽപ്പ് ഞങ്ങൾ ഒരിക്കലും മറക്കുന്നതല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. എന്തായാലും ഇവർ തമ്മിൽ സംസാരിക്കുന്നു, അതായത് ഈ രഘുറാമും നമ്മുടെ ഗീതുവും തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ നിന്ന് ലിഫ്റ്റിൽ നമ്മുടെ അവർണികയെ കാണാനായിട്ടെന്നുള്ള രീതിയിൽ ഈ പുള്ളിക്കാരി, അതായത് നമ്മുടെ സുവർണ അങ്ങോട്ടേക്ക് വന്നു. സുവർണ എന്താണ് ഗീതുവിൻ്റെ പ്ലാൻ എന്നറിയാൻ വേണ്ടി വന്നതാ. ഓ, അപ്പോൾ ഇവരെ കാണാനായിരുന്നു ഗീതു ഇത്രയും ധൃതിപ്പെട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്നിങ്ങനെ സുവർണ പറയാം. കൊട്ടേഷൻ ഇവർക്ക് കൊടുക്കണമെന്ന് ഗീതു വാശി പിടിച്ചതിന് പിന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ സുവർണ നിന്ന് ചിന്തിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് സംസാരിക്കല്ലേ. ഇവള് മാത്രം അത്രയ്ക്ക് സത്യസന്ധ ആവണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ സുവർണ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ഇത് തമ്മിലുള്ള ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ വീഡിയോയിൽ എടുത്ത് വെക്കുക. അങ്ങനെ വീഡിയോയിൽ എടുത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേറൊരാളെ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്നും പറഞ്ഞ് ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ശരി, ഓക്കെ, അത് കഴിയുമ്പോൾ റൂമിലേക്ക് പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ അദ്ദേഹം പറഞ്ഞു വിടുന്നു. പോരുന്നതിന് തൊട്ട് മുൻപ് അങ്കിൾ എന്നെ ഇവിടെ വെച്ച് കണ്ട കാര്യം ഗോവിന്ദ് സാറിനോട് പറയണ്ടെന്ന് പറഞ്ഞു ഗീതു. അതിപ്പോൾ കേട്ടപ്പോൾ ഓ ശരി മനസ്സിലായി, ഗോവിന്ദന് എന്തോ സർപ്രൈസ് കൊടുക്കാനുള്ള ശ്രമമാണല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാനായിട്ട് ആ സസ്പെൻസ് പൊളിക്കുന്നില്ല കേട്ടോ, ഞാൻ പറയില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു. നമ്മുടെ ഗീതു അങ്ങ് പോരുകയും ചെയ്തു. സുവർണ ഇതൊക്കെ നല്ല നീറ്റായിട്ട് വീഡിയോയിൽ പകർത്തി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് ഗീതു അങ്ങോട്ടേക്കും ചെന്നു. മേഡത്തിൻ്റെ അരികിൽ ചെന്ന് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ള കാര്യം ഗീതു മേഡത്തിനോട് പറയുക. ഇത് കേട്ടപ്പോൾ മേഡം ഒന്ന് ചിരിച്ചിട്ട് നിൻ്റെ ഉള്ളിലെ തെറ്റിദ്ധാരണകളാ മോളെ ഇപ്പോഴും നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് മേഡം. അപ്പോൾ എൻ്റെ ആ ധാരണകൾ മാറിയെന്നും പിന്നെ ഇനിയിപ്പോൾ കിഷോർ എന്നെ ഒഴിവാക്കിയിട്ട് പോകാനുണ്ടായ സാഹചര്യം അവന് കാശ് കൊടുത്തത് ഗോവിന്ദ് സാർ അല്ലെന്നും ആ കാര്യത്തിൽ അദ്ദേഹത്തിന് മനസ്സറിവില്ല എന്നും ഞാൻ ഇന്നലെ അറിഞ്ഞതെന്നുള്ള കാര്യവും ഗീതു ഇങ്ങനെ പറഞ്ഞപ്പം ഇന്ന് ചിരിച്ചു മേഡം. അതോടെ ഞാൻ തകർന്നു പോയി മേഡം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു നീ അറിയാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുമെന്ന് മേഡം ഗീതുവിനോട് പറയുക. പക്ഷേ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് നഷ്ടപ്പെട്ടു പോകാൻ നീ സാഹചര്യം ഉണ്ടാക്കരുത്. എല്ലാം കൈപ്പാടകലെ ഉണ്ട് മോളെ. നീയും നിൻ്റെ ഗോവിന്ദും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാം നേടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മേഡം. എല്ലാവരും എന്നെ ദ്രോഹിക്കുകയായിരുന്നു. സാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു. അതെല്ലാം മറന്നുകൊണ്ട് എത്ര ക്രൂരമായിട്ടാണ് ഞാൻ സാറിനോട് സംസാരിച്ചതെന്നൊക്കെ സ്വന്തം തെറ്റുകൾ ഗീതു ഇങ്ങനെ ഏറ്റു പറയുവാണേ. ഇതിന് പരിഹാരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് പ്രായശ്ചിത്വം ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീ മറ്റൊന്നും ചെയ്യണ്ട, അവനെ നീ സ്നേഹിക്കണം, അവൻ നിന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്നേഹിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ ചെന്ന എന്നെ മുറിയിൽ നിന്ന് തള്ളി പുറത്താക്കിയെന്ന് ഗീതു മേഡത്തിനോട് പറയുക. ഭയങ്കര ദേഷ്യത്തിലാണ് ഗോവിന്ദ് സാർ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ നീ ഇതുവരെ അങ്ങോട്ട് കാണിച്ചതിൻ്റെ പ്രതികാരമാണ് എന്ന് നീ കരുതിയാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ കണ്ടാൽ അപ്പം തന്നെ വഴക്കാണ് മേഡം. അതെന്താണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ വഴി ഉണ്ടാകുമെന്നേ. മഹത്തരമായ പല പ്രണയങ്ങളുടെയും തുടക്കം ഇതുപോലെ വഴക്കിൽ നിന്നാണ്. അപ്പോൾ എന്താ മേഡം പറഞ്ഞത്? പ്രണയമോ? പ്രണയം. മേഡം, ഞാനും ഗോവിന്ദ് സാറും തമ്മിൽ പ്രേമിക്കാനോ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മേഡം എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാം, പക്ഷെ പ്രേമിക്കാൻ പറ്റില്ല അല്ലേ എന്നിങ്ങനെ മേഡം ചോദിച്ചു. നീ ഗോവിന്ദനെ
പ്രേമിച്ച് അവനെ നിൻ്റെ വശത്താക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല, സാർ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഗീതുവിനോട് അങ്ങനെ നീ അങ്ങ് തീർത്തു പറയണ്ട, ഇനി സമയമുണ്ട്, ഒരു ചാൻസും നിൻ്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു. മേഡം എന്താ പ്രണയത്തിൻ്റെ ബ്രോക്കറാണോ എന്ന് ചോദിച്ചപ്പം മേഡം ഒന്ന് ചിരിച്ചു. ഏതായാലും ഞങ്ങളെ തമ്മിൽ ലൈൻ അടുപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു. അതെന്തായാലും നടക്കുന്ന കാര്യമല്ല എന്നും നമ്മുടെ ഗീതു മേഡത്തിനോട് പറയുമ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചു മേഡം. അങ്ങനെ തന്നെയാണ്, ഗോവിന്ദേട്ടനോട് എനിക്ക് വെറുപ്പും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതല്ല ഇപ്പം മാറിയെന്ന് നമ്മുടെ ഗീതു മേഡത്തിനോട് പറഞ്ഞു. അങ്ങനെ മേഡം നമ്മുടെ ഗീതുവിനെ പ്രേമിക്കാൻ പഠിപ്പിക്കാം. അങ്ങനെ പ്രണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വാചാലമായി നമ്മുടെ മേഡം ഗീതുവിനോട് പറഞ്ഞു. ഇനിയും രാധികയെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ നല്ലവളായി നിൽക്കാൻ നീ സമ്മതിച്ചു കൊടുക്കരുത്, അത് ഇനിയും വൈകിപ്പിക്കരുത് എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് മേഡം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്ന് ഗീതവും സമ്മതിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ കാര്യം ഇന്ന് തന്നെ ഞാൻ ഗോവിന്ദേട്ടനോട് പറയും എന്നുള്ള കാര്യം ഗീതു പറഞ്ഞപ്പോഴേക്കും അത് വേണമെന്ന് മേഡവും സമ്മതിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ പിരിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കമ്പനിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ രഘുറാമ. അവിടെ ചെന്ന് ഈ പേപ്പേഴ്സിലൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പം മകളും ഉണ്ട്. അങ്ങനെ അവരുടേതായ പ്രശ്നങ്ങൾക്ക് ഇവർ പരിഹാരം കണ്ടതും ഇവർ സഹായിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുവർണ അങ്ങോട്ടേക്ക് പറന്നു വരുന്നത്. സുവർണ വന്നപ്പോഴേക്കും അജാസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്തോ ഒന്ന് പറ്റിച്ച് ആ ഒരു ഇതിൽ അപ്പോഴേക്കും സുവർണ കയറി വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഇവിടെ അതായത് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു വ്യഗ്രത കാണിച്ചപ്പോൾ ഇവിടെ മഹത്തരമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യം നടക്കുക, നീ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ വരുൺ സാറിന് അത്യാവശ്യമായിട്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ സമയത്ത് വരുണിനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊരു എമർജൻസി മാറ്റർ ആണെന്ന് പറഞ്ഞു സുവർണ. എത്ര എമർജൻസി ആണെങ്കിലും അവർ സൈൻ ചെയ്ത് ടേക്ക് ഓവർ പ്രൊസീജിയർ പൂർത്തിയാകാതെ വരുണിന് ഇവിടെ നിന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും സുവർണ പെട്ടു. വരുണിനാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷൻ. ഇവളും എന്തും കൊണ്ടാണോ വന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. സുവർണ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അഡ്വക്കേറ്റിനെ വിളിച്ച് രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ലീഗൽ വശങ്ങൾ ചോദിച്ച് എല്ലാം റെഡിയാക്കുക, ചെല പോ എന്നും പറഞ്ഞ് സുവർണയെ അവിടെ നിന്ന് അടിച്ചിറക്കി. സുവർണ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക വരുണും. അതുപോലെ തന്നെ സുവർണ പുറത്തിറങ്ങിയിട്ട് ഈ വരുണിനെ വിളിക്കുക. കോൾ എടുക്കാനൊന്നുമുള്ള ഒരു സാഹചര്യങ്ങൾ പിന്നെ അവിടെ ഉണ്ടാകുന്നില്ല. വരുണാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് പപ്പപ്പാ വെക്കുക കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് പതുക്കെ പുറത്തോട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സുവർണയാണ് വിളിച്ചത്. അപ്പം ഈ സമയത്ത് പുറത്തിറങ്ങി ചെന്ന് എന്താ സുവർണ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഈ ഡീലിങ്സ് നടക്കാതിരിക്കാൻ മാത്രം ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തുടങ്ങുവാണെന്ന് പറഞ്ഞപ്പോൾ അത് പറയാനാണ് ഞാൻ അകത്തേക്ക് വന്നത്. അജാസ് അത് മുടക്കുക ചെയ്തതെന്ന് പറഞ്ഞപ്പം ആ ബിസിനസ് നടക്കരുതെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഞാൻ വേണ്ട എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ അത് അംഗീകരിപ്പിച്ചു. അത് മുടക്കാനായിട്ട് എന്ത് മാർഗ്ഗം നിൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ രഘുറാം, മഹേഷ്, ഗീതു, അവർണിക ഇവർ 4 പേരും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഗോവിന്ദ് സാറിനെ ഈ പ്രപ്പോസലിലേക്ക് വലിച്ചിട്ടതെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ സുവർണ. എന്നിട്ട് ആ വീഡിയോയും കാണിച്ചു കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ആനയാണ് കുതിരയാണ് ചേനയാണെന്നൊക്കെ വിചാരിക്കുകയാണ് ഈ വരുണം. അപ്പോൾ അവിടെ വെച്ചാണ് ഇപ്പോഴത്തെ ഡീലിൻ്റെ ആ ഒരു ചർച്ച നടത്തുന്നത്. ഈ ബിസിനസ് നടന്നാൽ ഗീതുവിന് നല്ലൊരു തുക കമ്മീഷനായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പം ഈ ഫോട്ടോസ് വെച്ച് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചു. ഗീതുവും രഘുറാമും തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ച് കണ്ടുവെന്ന് തെളിയിക്കാൻ ഈ ഫോട്ടോ പോരേന്ന് ചോദിച്ചു. എന്തിനവൾ അവിടെ പോയി രഘുറാമുമായി സംസാരിച്ചു? ഇക്കാര്യങ്ങൾ ഗോവിന്ദ് സാറിനെ ബോധ്യപ്പെടുത്തിയാൽ പോരെ? മീറ്റിങ്ങിൽ രഘുറാമിൻ്റെ കമ്പനിക്ക് അനുകൂലമായി ഗീതു സംസാരിച്ചത് അവർ തമ്മിലുള്ള ധാരണയുടെ പുറത്താണെന്ന് ഗോവിന്ദ് സാറിനെ വിശ്വസിപ്പിക്കത്തില്ലെന്ന് ചോദിച്ചു. സുവർണെ രഘുറാമങ്കിള് അച്ഛൻ്റെ കാലം മുതലേ ഉള്ള ഒരു കുടുംബ സുഹൃത്താണ്. അയാളെ അവിടെ വെച്ച് കണ്ട് സംസാരിച്ചു എന്ന് ഗീതു പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന് ഇത്ര വലിയ കൊട്ടി ഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനപ്പുറമുള്ള തെളിവുകൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ആലോചിക്കുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വരുണിൻ്റെ കണ്ണിൽ ഒരു ഇത് പെട്ടത്. അതായത് സുവർണ അടുത്തത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സുവർണ അത് കാണിച്ചു കൊടുത്തപ്പോഴേക്കും വരുൺ ഇങ്ങനെ നിന്ന് ആലോചിക്കുക. എന്നിട്ട് ഇവൻ ഇങ്ങനെ നിന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യം പെട്ടെന്ന് തന്നെ ഗോവിന്ദേട്ടനെ അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഓടിപ്പിടച്ച് അകത്തേക്ക് കയറി പോകുന്നു. അതുപോലെ തന്നെ സുവർണ ഇങ്ങനെ താൻ ജയിച്ചു എന്നുള്ളൊരു ചിന്തയോടുകൂടി അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലവിൽ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.